Hello friends, welcome to SAT, Center Institution Center Madathambadi and Puthamvelkara. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. Speed Mastric. Find the square roots in 2 seconds. Suppose 576, root 841, root 1849 and root 6084. ഇതിന്റെ എല്ലാം സ്ക്വയർ റൂട്ട് വളരെ പെട്ടെന്ന് ഒരു 2 സെക്കൻഡ്സിനുള്ളിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രിക്കാണ്. ട്രിക്ക് പഠിച്ച് പറഞ്ഞു തരുമ്പോൾ ഇച്ചിരി സമയം എടുക്കും, പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സെക്കൻഡ് അല്ല 1 സെക്കൻഡിനുള്ളിൽ ചെയ്യാം. ഓക്കെ, സപ്പോസ് ആദ്യം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 1 മുതൽ 10 വരെയുള്ളതിന് സ്ക്വയർ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് വളരെ സിമ്പിളാണ്, ചെറുപ്പം മുതലേ നമുക്ക് അറിയാവുന്നതാണ്. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 square 36, 7 square 49, 8 square 64, 9 square 81, 10 square 100. ഓക്കെ, ഇത് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് പഠിക്കാമല്ലോ. 1 square, 2 square, square means 2 square means 2 into 2. ഓക്കെ, ക്ലിയർ. അതുപോലെ 7 square 49, 7 square means 7 into 7. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എങ്ങനെയാണ് റൂട്ട് 5, 7, 6 കാണുക എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ 6നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 6 വരുന്നതിനകത്ത് ആരാണ് നോക്കുന്നത്? ഇവിടെ 6 ഉണ്ട്, 16 കണ്ടോ. പിന്നെ എവിടെയാണ് 6 വരുന്നത്? ഇവിടെയുണ്ട് 6, 36. ക്ലിയർ. അതിന് നേരെയുള്ള നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക, 4 or 6. നിങ്ങളിവിടെ എഴുതുക 4 or 6. അതായത് നിങ്ങളുടെ ഉത്തരത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നില്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ആയിരിക്കും വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും, ഏതാണ് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ 76 അങ്ങോട്ട് വെട്ടിക്കളയുക. നിങ്ങളുടെ മനസ്സിൽ 5 മാത്രമേ ഉള്ളൂ. എന്തുമാത്രം? 5. ഈ 5നേക്കാളും ചെറിയ സംഖ്യ ഇതിനകത്ത് ഏതാണെന്ന് നോക്കുക. 5നേക്കാൾ വലുതല്ല, 5നേക്കാളും ചെറുത്, അത് 4 ആണ്. ഓക്കെ, ക്ലിയർ. അതിന് നേരെയുള്ള സംഖ്യ എടുക്കുക, 2. അതാണ് നിങ്ങളുടെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ്. ഇപ്പോൾ 2 കിട്ടി. ഒന്നുകൂടിയും പറയാം, നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 6 ആദ്യം എടുക്കുക. 6 വരുന്നത് 16ലും 36ലുമാണ്. അതിന് നേരെയുള്ള രണ്ട് സംഖ്യകൾ 4ഉം 6ഉം. 4 അല്ലെങ്കിൽ 6 ആണ് നിങ്ങളുടെ വലതുവശത്ത് വരുന്ന സംഖ്യ. ഓക്കെ, ഇനി ഈ ഇടതുവശത്ത് കിടക്കുന്ന 2 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഈ ആദ്യം കിടക്കുന്ന 5, അതായത് നമ്മൾ ഈ 6 എടുത്തതിന് ശേഷം 76 വെട്ടിക്കളയാം. എന്നിട്ട് ഈ 5 എടുക്കുക. 5ഓ 5ൽ താഴെയോ ഉള്ള സംഖ്യ നോക്കുക. ഇവിടെ 4 ആണ് 5ൽ താഴെയുള്ളത്, 9 എടുക്കരുത്. ഓക്കെ, 5ൽ താഴെയുള്ളത് 4, അതിൻ്റെ നേരെയുള്ള സംഖ്യ 2. എപ്പോഴും നമ്മൾ ഈ കോളത്തിലുള്ള സംഖ്യകളാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ 2 എഴുതി. ഓക്കെ, ഇനി നമ്മുടെ കൺഫ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സംഖ്യ കിട്ടി. സെക്കൻഡ് നമ്പർ ഒന്നില്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, സാറേ അപ്പോൾ ഈ 4, 6 പിന്നെ എങ്ങനെ ചൂസ് ചെയ്യണ? ഗുണിച്ച് നോക്കണം. അങ്ങനെ ഞാൻ എളുപ്പമാർഗത്തിന് ആവശ്യമില്ലല്ലോ. ഇല്ല, ഈ 4, 6 എങ്ങനെ ചൂസ് ചെയ്യണം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ സംഖ്യ 2 ആണല്ലോ. ഇപ്പോൾ 2നെ 2 കഴിഞ്ഞിട്ടുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. എന്നോട് പറയാം, നിങ്ങൾ കിട്ടിയ ഈ 2നെ അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യ, അതായത് 2 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാ? 3 ആണ്. 2 × 3 ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ 6ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്യാം. ഇപ്പോൾ ആദ്യം പറയുമ്പോൾ ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു. ഇല്ല, വളരെ എളുപ്പമാണ്. 6ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 6നേക്കാളും ചെറുതാണ് 5. 5 ലെസ് ദാൻ 6. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ചെറിയ സംഖ്യ എടുക്കുക, 4. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഒന്നുകൂടി പറയാം, നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടത്തെ കിട്ടിയ ഈ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയ 2 ഉണ്ടല്ലോ, അതിന് ശേഷമുള്ള എണ്ണൽ സംഖ്യ, അതായത് 3, അതുകൊണ്ട് ഗുണിച്ചു. അപ്പോൾ 6 കിട്ടി. ഈ സംഖ്യയും ഇവിടെ കിടക്കുന്ന സംഖ്യയും തമ്മിൽ കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സംഖ്യയേക്കാളും ചെറുതാണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ 4ഉം 6ലും വെച്ച് ഏറ്റവും ചെറുത് ഇവിടെ എഴുതാം. ഓക്കെ, ഒന്നുകൂടി പറയാം. അപ്പോൾ 5, 7, 6 ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ 6ൻ്റെ ഈ 6 നമ്മൾ ചൂസ് ചെയ്തു. എന്തെടുത്തു? ആദ്യം 6 എടുത്തു. 6 വരുന്നത് ഇവിടെ 16ലും പിന്നെന്താണ് 36ലുമാണ്. ലൈക്ക് ദിസ്. 6 16ലും 36ലും. ഓക്കെ, മനസ്സിലായോ? 6 വരുന്നത് 16ലും 36ലും. അപ്പോൾ അതിൻ്റെ നേരെയുള്ള 4ഉം 6ഉം നമ്മളെടുത്തു. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ 4 or 6 ആണ് രണ്ടാമത്തെ സംഖ്യ. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ആ 76 അങ്ങ് വെട്ടിക്കളഞ്ഞു. നമ്മളെടുക്കുന്നത്, അതായത് ആദ്യത്തെ ഇവിടെ ഇതിന് ശേഷമുള്ള ഒരു സംഖ്യയും കൂടി വെട്ടിയാണ് കളയാം. പിന്നുള്ളത് 5 ആണ്. 5നേക്കാളും ചെറുത്, പിന്നുള്ളത് 5 ആണ്. 5നേക്കാളും ചെറുത് ഇവിടെ 4 ആണ്. കണ്ടോ, 4ന് നേരെയുള്ളത് 2. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന ഉത്തരത്തിലെ ആദ്യത്തെ സംഖ്യ എന്താണ്? 2.
ഇനി രണ്ടാമത്തെ സംഖ്യ ഈ 4 അല്ലെങ്കിൽ 6 ആയിരിക്കും. ഒന്നില്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ആയിരിക്കും. അതെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുക. 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 കിട്ടി. ഈ 6ഉം ഈ 5ഉം തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ 5 ഈ 6നേക്കാളും ചെറുതായതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് 4 എടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ആൻസർ 24. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അനദർ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ 841. ഇപ്പോൾ ഇവിടെ 1 ആണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ 1ൽ അവസാനിക്കുന്നത് ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, പിന്നെ ഇവിടെ 81 ഉണ്ട്. അപ്പോൾ നമ്മൾ 1 എടുക്കണം അല്ലെങ്കിൽ 9 എടുക്കണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ 1 or 9 ഒന്നുകൂടി പറയാം. 1ൽ അവസാനിച്ചു. അപ്പോൾ 1ൽ അവസാനിക്കുന്നത് 1, പിന്നെ 81. അതിന് നേരെയുള്ളത് 1ഉം അതിന് നേരെയുള്ള 9ഉം. ഓക്കെ, 1 or 9. ദെൻ 49 വെട്ടിക്കളഞ്ഞു, 41 വെട്ടിക്കളഞ്ഞു. പിന്നെ 8 ആണ്. 8നേക്കാളും ചെറുത് ഇവിടെ 4 ആണ്. ഓക്കെ, അപ്പോൾ 4 നേരെ കിടക്കുന്നത് 2. സോ ഫസ്റ്റ് എലമെന്റ് 2. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ മെമ്പർ 2. ഇനി ഇതിനകത്ത് 1 വരാം അല്ലെങ്കിൽ 9 വരാം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 കഴിഞ്ഞിട്ടുള്ള സംഖ്യ കൂടെ ഗുണിക്കുക. 2 × 3 6. 6ഉം 8ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 6നേക്കാൾ വലുതാണ് 8. വലുതാണെങ്കിൽ ഇവിടുത്തെ വലുതെടുക്കുക, 29. സോ ദ ആൻസർ ഈസ് 29 സ്ക്വയർ = 841. നെക്സ്റ്റ് നമുക്ക് ഇത്തിരി വലിയൊരു സംഖ്യ നോക്കാം. 1849. ഇവിടെയും അവസാനത്തെ സംഖ്യ എടുക്കാം, 9. 9 വരുന്നത് എവിടെയാണെന്ന് നോക്കി. സോ ദിസ് ഈസ് 9. 9 വരുന്നത് ഇവിടെ 9 വരുന്നുണ്ട്. പിന്നെ എവിടെയാണ്? 49ൽ 9 വരുന്നുണ്ട്. കണ്ടോ? ആ 9ന്റെ നേരെയുള്ളത് 3, 49ന്റെ നേരെയുള്ളത് 7. സോ 3 or 7 ആണ് നമ്മുടെ സെക്കൻഡ് നമ്പർ. നമ്മൾ 49 വെട്ടിക്കളയാം. പിന്നെ ഇവിടെ കിടക്കുന്നത് 18 ആണ്. 18 ഇവിടെ നോക്കുമ്പോൾ 18നേക്കാൾ താഴെയുള്ളത് 16 ആണ്. 16ന്റെ നേരെയുള്ളത് 4. സോ നമ്മൾ 4 എഴുതി. ഇനി എന്ത് ചെയ്യണം? 4 കഴിഞ്ഞിട്ടുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. 4 × 5 ദാറ്റ് ഈസ് 20. ദെൻ 20ഉം 18ഉം കമ്പയർ ചെയ്യുമ്പോൾ 18 എന്ന് പറയുന്നത് 20നേക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മൾ 3 എടുക്കും. അപ്പോൾ നമ്മുടെ ആൻസർ 43. നെക്സ്റ്റ് നമ്പർ നോക്കാം. നെക്സ്റ്റ് നമ്പർ 6084. സോ ഇവിടെ 4ലാണ് അവസാനിച്ചത്. അപ്പോൾ 4 അവസാനിക്കുമ്പോൾ 4 അവസാനിക്കുന്നത് തന്നെ നോക്കണം. 4 ഉണ്ട്, പിന്നെ ഇവിടെ 64 ഉണ്ട്. 4 നേരെ 2, 64 നേരെ 8. അപ്പോൾ 2 or 8 ആണ് നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്, രണ്ടാമത്തെ സംഖ്യ. ഓക്കെ, അതിന് നമ്മൾ 84 വെട്ടിക്കഴിഞ്ഞു. ദെൻ 60 ആണ്. 60 ഇവിടെ നോക്കുമ്പോൾ 64 ഉണ്ട്, 49 ഉണ്ട്. 60 എന്ന് പറയുന്നത് 60നേക്കാളും താഴെ ആയിരിക്കണം. ഓക്കെ, 60 മീതെ പോകും. അപ്പോൾ 49 എടുത്തു. 49ന്റെ നേരെ കാണുന്നത് 7. ഓക്കെ, നമ്മൾ 7 എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇനി 7 കഴിഞ്ഞിട്ടുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. അതായത് 7 × 8 ദാറ്റ് ഈസ് 56. ആ 56ഉം 60ഉം തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ 60 ഈസ് ഗ്രേറ്റർ ദാൻ 56. 56നേക്കാളും വലുതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് 8 എടുക്കുന്നു. സോ സ്ക്വയർ ഈസ് 78. ഇങ്ങനെ വീട്ടിൽ പോയിട്ട് കുറേ പ്രാക്ടീസ് ചെയ്യുക. സോ യു ക്യാൻ ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ്. ഓക്കെ, ക്ലിയർ? Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.